ഇന്ന് പാറുവിന്റെ പിറന്നാളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തേക്ക് പോകണം. പക്ഷെ അവള് മാത്രം അമ്പലത്തേക്ക് പോകും. ചുരുങ്ങി അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. മനസ്സുണ്ടാവണം, എന്നാലും കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. അപ്പോൾ ഏട്ടൻ നിരീശ്വരവാദിയാണ്, പക്ഷെ ഞാൻ നിരീശ്വരവാദിയല്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നീച്ചിട്ട് അമ്പലത്തിൽ പോയി. ഏട്ടനോ കൂടെ തന്നെ പോകുന്നു, പക്ഷേ ഏട്ടൻ ഉള്ളിൽ കയറിയില്ല, ഏട്ടൻ പുറത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് തളിയിക്കുക. ഫസ്റ്റ് ശിവൻ്റെ അമ്പലത്തേക്ക് പോകണമല്ലോ. അങ്ങനെ പട്ടാമ്പി തളി പോയി തൊഴുതു. പിന്നെ ലിമൻറ്റിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ എന്തോ ഒരു ഇടങ്ങറ്. കഴിഞ്ഞ പോലൊക്കെ ഈ സമയത്ത് ആയിക്കോട്ടെ അങ്ങനെ നടക്കില്ലേ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പട്ടാമ്പി ഗുരുവായൂരിൽ പോയി. അവിടെ പോയപ്പോൾ ഭയങ്കര മഴ, ചുറ്റാൻ പറ്റാതെ അങ്ങനെ കുറേ നേരം നിന്നു. ഒരു അരമണിക്കൂറോളം അങ്ങനെ നിന്ന് പോസ്റ്റായിട്ടോ, കാരണം നല്ല മഴ അവിടെ പോയപ്പോൾ. പിന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമല്ലേ ഇവിടുന്ന് പാലം കാണുമ്പോൾ. പിന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല മഴയും വെള്ളവും, നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ. തിരക്കുണ്ടായിരുന്നില്ല, ബുധനാഴ്ച അല്ലേ, സൺഡേ ഒന്നുമല്ലല്ലോ, അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങിയപ്പോൾ ആൾ ജീൻസ് ഇട്ടാൽ പോരാ, പിന്നെ എന്തായാലും നിർബന്ധിക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് ജീൻസ് ഇട്ട് സെറ്റായിട്ടാണ് പോകുന്നുണ്ടായിരുന്നിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. മഴയായിരുന്നു, പുറത്തേക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ കയറിയിട്ടല്ല, അവിടെ തിണ്ടുമ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കാനായിട്ടാണ് പോയത്. രാവിലെ കഴിക്കാതെ എല്ലാം അമ്പലത്തേക്ക് പോരും. അപ്പം ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ SN പോയി. അമ്പലത്തിൽ വന്ന SN പോയി കഴിഞ്ഞ് ഒരു ഞാൻ വെങ്കായ റോസ്റ്റ് കഴിക്കുക. അവിടെ പോയാൽ മസാല ദോശ കഴിക്കില്ല, നെയ് റോസ്റ്റ് കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. എനിക്ക് അവിടെ പോയാൽ വെങ്കായ റോസ്റ്റ്, വേറെ വെങ്കായ റോസ്റ്റ് ഞാൻ വേറെ എവിടെയൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ പോയത് ഇമ്മാനുവലിക്ക് കേട്ടോ. ഏട്ടൻ ബർത്ത്ഡേക്ക് എന്താ വേണ്ടത് വെച്ചപ്പോൾ ഞാൻ ഡ്രസ്സ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കറണ്ട് ഇല്ല, നല്ല മഴയും. പിന്നെ ഒന്നും അല്ലെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിഷാരഡീസ് എന്ന സദ്യ മേടിക്കൽ. അവിടുത്തെ സദ്യ ഒരു രക്ഷയില്ല, അടിപൊളി സദ്യ. പായസമായാലും സാമ്പാറായാലും ഒക്കെ ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സദ്യ കഴിക്കാൻ പൂതിയാകുമ്പോൾ ആദ്യം ഓർഡർ ചെയ്യുക. ഒരു ചോറ് ഓർഡർ ചെയ്യുള്ളൂ, രണ്ടാക്കി കഴിക്കും. എന്നാലും ക്വാണ്ടിറ്റി ബാക്കി തോനെ ക്വാണ്ടിറ്റിയാണ്. പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് രേഖേച്ചി മനോജേട്ടനും കുട്ടിയും വന്നു. അതിൻ്റെ മുന്നേ അമ്മമ്മയും കിച്ചും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ നന്ദൂട്ടൻ വന്നു, അമ്മായി വന്നു, മാലു വന്നു. നന്ദൂട്ടനും മാലുമൊക്കെ സ്കൂളിട്ട് വന്നിട്ട് പെട്ടെന്ന് പുറപ്പെടാൻ പറഞ്ഞപ്പോഴാണ് അവർ എൻ്റെ ബർത്ത്ഡേയും കൂടി അറിയുന്നത് കേട്ടോ. കാരണം പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ നന്ദൂട്ടിനെ പറയാൻ പെട്ടെന്ന് ചേച്ചി ആശുപത്രിയിലാണ് വിചാരിച്ചു, ഉണ്ണി വരാറായി വിചാരിച്ചു പറഞ്ഞിട്ടാട്ടോ വരുന്നത്. കാരണം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ പോയത് ചേച്ചിയെ കൊണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ അവർ ഓട്ടോയിൽ വന്നു, ഏട്ടൻ മുന്നിൽ നനഞ്ഞിട്ട് വന്നു കേട്ടോ. തേജുവിന് പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ടാവും. അത് ഇനി അടുത്ത വട്ടം കണ്ടാലും അവന് നല്ല മടിയാണ്. പിന്നെ അങ്ങനെ സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും അവൻ. പിന്നെ ഫുഡ് വന്നു. പിന്നെ എല്ലാവരും ഇരുന്ന് വർത്താനം പറച്ചിലായിട്ടോ. ഇനി എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും കണ്ണേട്ടനും വരാണ്ട്, പിന്നെ വിനീഷേട്ടനും വരാണ്ട്. വിനീഷേട്ടൻ പാലക്കാട്, അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിനീഷേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഈ വീഡിയോയിൽ ശരിക്കും പറയുന്നത് എന്താ വെച്ചിട്ടാ, ഞാൻ എന്നോട് പറയുന്നത് എൻ്റെ ഒന്നാം പിറന്നാളൊന്നല്ലല്ലോ, കുറച്ച് വയസ്സിൻ്റെ ഇതല്ലേ, എന്തിനെല്ലാവരെയും വിളിച്ചിട്ട്. അപ്പോൾ ഏട്ടൻ പറയും അണക്ക് വേണ്ടിയിട്ടൊന്നല്ല, എൻ്റെ കുട്ടീനെ ഹാപ്പി ആക്കാനാണ്. ആൾ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ, ഹാപ്പി ആക്കാൻ. ഓരോന്ന് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടായിട്ട് അങ്ങനെ മാക്സിമം ആൾ നോക്കുന്നുണ്ട്. പിന്നെ വെയിറ്റും ഹൈറ്റും ഇങ്ങനെ നോക്കായിരുന്നു. മനോജേട്ടനും ചേച്ചി ഒരു ഹൈറ്റാണ് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കി കളിക്കുക. പിന്നെ ആരാണ് വെയിറ്റ് കൂടുതൽ, ആരാണ് ഹൈറ്റ് കൂടുതൽ. ഇവർ രണ്ടാളും സെയിം വെയിറ്റ് ആട്ടോ. അപ്പോൾ സെയിം ഹൈറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ട്. പക്ഷേ ചേച്ചി കുറച്ച് ചെറുതാണ് തോന്നുന്നുണ്ട്, മനോജേട്ടനെ കുറച്ച് ഹൈറ്റ് കൂടുതൽ. പിന്നെ ഇവർ സെറ്റായി, തേജും നന്ദു സെറ്റായി. പിന്നെ കേക്ക് വന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഓർഡർ ചെയ്ത കേക്കാട്ടോ. ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ പാറു എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഓർഡർ ചെയ്ത കേക്കാണ്. പിന്നെ ഇത് മനോജേട്ടൻ കുറഞ്ഞ ഡ്രസ്സാണ്. അപ്പോൾ അതിങ്ങനെ നോക്കി എല്ലാവരും. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര കോമഡി, കാരണം ഇങ്ങനെ ഇടലില്ലല്ലോ. അമ്മമ്മയൊക്കെ എന്നെ കാണുമ്പോൾ അങ്ങനെ ചിരിക്കുമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടമായില്ല, കാരണം ഏട്ടൻ്റെ ഒരു ഇഷ്ടത്തിന് എടുത്തായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എല്ലാം മുടിയൊക്കെ കെട്ടി അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓവറോൾ ഇഷ്ടമായിട്ടോ. പിന്നെ അത് അവർ കളിച്ചിട്ട് ഇവരെ മുടി ഭയങ്കര വേദനയായിരുന്നു, കാരണം രണ്ടാളും നല്ല കളിയായിരുന്നു. റൂമിലിട്ട് പുതപ്പ് അങ്ങോട്ട് വലിച്ചിട്ട് കളിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയും കണ്ണേട്ടനും എത്തി. കണ്ണേട്ടനും ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ നല്ല വർക്ക് ഉണ്ടാവും. കണ്ണേട്ടൻ്റെ കേബിളിൻ്റെ വർക്കാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ അവർ ഡ്രസ്സ് എടുക്കാനും പിന്നെയും പട്ടാമ്പിക്ക് പോയിട്ടാണ് അവർ വീട്ടിലേക്ക് വന്നത്. അവർ നല്ല ലേറ്റായിട്ടോ അവർ വന്നിട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു റൂമിൽ കൂടി. എൻ്റെ പ്രഗ്നൻസി ബില്ലോ
ഇപ്പോൾ ഈ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും കിച്ചു കിടക്കും, മാലു കിടക്കും, നന്ദു കിടക്കും. കിച്ചു വീട് എടുക്കാൻ കിച്ചു കണ്ണുപൊത്തി കിടക്കുക കേട്ടോ. പിന്നെ മനോജേട്ടൻ എവിടെ ഇരുന്നാലും ഉറങ്ങണ ആളാട്ടോ. ആളുടെ നല്ലൊരു വീഡിയോൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ആളിന്നെ ഇന്നൊക്കെ വിളി ഉറപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീഷേട്ടൻ എത്തി. വിനീഷേട്ടൻ കുറച്ച് ലേറ്റ്. അമ്മി കണ്ണേട്ടൻ വിനീഷേട്ടനൊക്കെ ഏകദേശം ഒരു ടൈമിലായിട്ട് എത്തിയത്. വിനീഷേട്ടൻ പിന്നെ ഡ്രസ്സ് വാങ്ങാനും നിന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ലേറ്റായി. എല്ലാവരും തന്ന ഡ്രസ്സിൻ്റെ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പം വീഡിയോ എടുത്തില്ല, ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ടോ വീഡിയോ എടുക്കണം. ഞാനത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ കേക്ക് മുറിച്ചു. കേക്ക് നെറ്റി ബബ്ലി കേക്കായിരുന്നു. കേക്ക് അടിപൊളി കേക്കായിരുന്നു. പിന്നെ കേക്ക് കട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിലാട്ടോ. ഫുഡ് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വഴിയാണ് സെറ്റാക്കിയത്. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളെ ആനിവേഴ്സറിക്കും സെയിം ആൾക്കാരായിരുന്നു. ഇനി അപ്പോൾ ഏട്ടൻ പറഞ്ഞു വളകാപ്പിന് വരെ തന്നെ ആവും എന്നിങ്ങനെ പറയട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ചിക്കൻ ആയാലും റൈസ് ആയാലും സലാഡും അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ചോറൊക്കെ സെപ്പറേറ്റ്, ചിക്കൻ ഒരു സൈഡിലും റൈസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അമ്മമ്മ എല്ലാം കൂടി സെറ്റാക്കുക, നല്ല ടേസ്റ്റുള്ളൂ. മസാല ചോറുമ്പോൾ പിടിച്ചാലല്ലേ ഒന്നൊരു ടേസ്റ്റ് കൂടുള്ളൂ. അല്ലെങ്കിൽ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. കുറച്ച് ബാക്കി ഉണ്ടായിട്ടോ. പിറ്റേ ദിവസം ഞാൻ രാവിലേക്ക് അത് മതി എന്നിട്ട് ഞാനത് കഴിച്ചുള്ളൂ. പിന്നെ അങ്ങനെ എല്ലാവരും 2 ട്രിപ്പായിട്ടായിരുന്നു. എല്ലാവരും കൂടി ഒപ്പരിക്കാൻ പറ്റിയില്ലല്ലോ. കുട്ടികൾ പിന്നെ താഴ്ത്തിരിക്കാൻ പറഞ്ഞിട്ട് അവരിരുന്നു. തേജുവിന് ഫസ്റ്റ് ഇരിക്കാൻ നല്ല മടിയായിരുന്നു. ആൾ ഇരിക്കാൻ കുറച്ച് ടൈം എടുത്തു. എല്ലാവരും പറഞ്ഞിട്ടാണ് ആളിരുന്നത് കേട്ടോ. ലാസ്റ്റ് ഇരുന്നു, സെറ്റായപ്പോൾ ഇരുന്നു. ആദ്യം നോക്കുക, അങ്ങനെ ആലോചിക്കുക, കുറേ ആലോചിച്ചു ഇരിക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആളിരുന്നു. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. കാരണം കുട്ടികൾക്ക് നല്ല ക്ലാസ് ഉണ്ട്. പാലക്കാട് ജില്ലയ്ക്ക് അവധി കിട്ടിയില്ലല്ലോ. അവധി ഉണ്ട് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ 10 മണിയായിട്ടും ഗ്രൂപ്പിൽ വന്നു ക്ലാസ് ഉണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇറങ്ങും. കാരണം നല്ല ലേറ്റായി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കലും കേക്ക് കട്ടിയിലും കഴിഞ്ഞപ്പോഴേക്കും നല്ല ലേറ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ വിനീഷ് ചേട്ടനും ചേട്ടനൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ അവരിറങ്ങിയിട്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. കിച്ചു പിന്നെ ക്യാമറ കണ്ട അപ്പം മകമത്തും. ഏട്ടന് ഉള്ളത് വിളമ്പിയിട്ട് ഏട്ടൻ കഴിച്ചിട്ട് അതാട്ടോ ഞങ്ങൾ കളിയാക്കണ ഏട്ടനെ. പിന്നെ ഞങ്ങളെല്ലാവരും ഒപ്പമായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നാളേക്കുള്ള ബിരിയാണി അമ്മ കുറച്ചുണ്ടാവും കേട്ടോ. പിന്നെ 2 ചോറ്റ് മാത്രം ഞാൻ എന്നും രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും. അങ്ങനെ കുറേ പാത്രങ്ങൾ അമ്മയുടെ ഇവിടെ. അപ്പം അമ്മ എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകട്ടെ. പിന്നെ അവരും ഇറങ്ങി. നല്ല ലേറ്റായിരുന്നു. പിന്നെ കണ്ണേട്ടന് വർക്ക് ഉണ്ടാവും, രാവിലെ നേരത്തെ പോകേണ്ടി പറഞ്ഞിട്ട് അവരും ഇറങ്ങി. അവർ പോകുന്ന സങ്കടത്തിലാണ്. ഒന്നാമത് തേജ് പോയപ്പോൾ തന്നെ ആൾ ഓഫായി. പിന്നെ ആൾക്ക് കളിയില്ല, ചിരിയില്ല, ഒന്നുമില്ല. പിന്നെ ആൾ ഫുൾ സൈലൻറ്റ്. പിന്നെ അമ്മയും പോയപ്പോൾ മൊത്തത്തിൽ ഓഫായി കേട്ടോ. അവരുടെ ഒപ്പം കിച്ചും മാലും ഉണ്ട് കേട്ടോ. മാലുവിന് നാളെ ക്ലാസ് ഉണ്ട്. അപ്പം നേരത്തെ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടോ മാലു അവരൊപ്പം പോകണം. പിന്നെ കിച്ചു ബാക്കിൽ സ്കൂട്ടിയിൽ കിച്ചും പോകുന്നുണ്ട്. ഇവ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരും. ഇപ്പോൾ വെറുതെ പോവുകയാണ്. അവനോട് കുറേ പറഞ്ഞു പോകണ്ട, അവിടെ നിൽക്കാൻ പറഞ്ഞു. അവൻ കേട്ടില്ല, അവൻ പോവുക. നമുക്ക് ഡ്രസ്സിൻ്റെ അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഇതാട്ടോ. ഇത് എൻ്റെ അമ്മ എടുത്തുന്ന ഡ്രസ്സാണ്. ഇത് ഒരു ഗൗണും 3 പീസ് സെറ്റാണ്. പാൻറ് ഷോളും
ഈ ഒരു ടോപ്പ്. പിന്നെ അതിക്ക് പാൻറ്റും ഷോളും. പിന്നെ ഇത് മനോജേട്ടൻ കൊടുന്ന ഡ്രസ്സ്, ദാവണി സെറ്റാണ്. ഷാളും ബ്ലൗസും സ്കേർട്ടും. ഇത് ഇനി തയ്ക്കാൻ കൊടുക്കണം. പിന്നെ ഇത് വിഷ്ണുവായിട്ട് എടുക്കുന്നത്. ഈ ഡ്രസ്സിന് ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഏട്ടന് ഇങ്ങനത്തെ ഡ്രസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചുരിദാർ യൂസ് ചെയ്യില്ലെങ്കിലും ഞാൻ അധികം യൂസ് ചെയ്തിരുന്ന ജീൻസ് ടോപ്പ്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം അത് ഇട്ടോക്കണേ കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഷൈ ഫീൽ ആയിരുന്നു കേട്ടോ കേട്ടോ ഈ ഒരു ഡ്രസ്സ്. അതിക്ക് പിന്നെ ഒരു ഷോർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവേട്ടൻ ഈ ഒരു ടോപ്പും മഞ്ഞ വിട്ടോ പിന്നെ ഒരു കളിക്കില്ല കേട്ടോ. മഞ്ഞയാണ് എൻ്റെ ഫേവറേറ്റ് കളർ. മഞ്ഞയും അതിക്കൊരു പാൻറ്, ഈ ഒരു പാൻറ്. പിന്നെ 2 ടോപ്പ് ഉണ്ട് കേട്ടോ. ഒരു പ്ലെയിന് ബ്ലാക്ക് ടോപ്പും ഒരു പ്ലെയിന് മെറൂൺ കളർ ടോപ്പ്. അത് തിരുമ്പാട്ടും ഞാൻ അമ്പലത്തിക്ക് പോകുമ്പോഴൊക്കെ ഇട്ടിട്ട് തിരുമ്പാട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സായിട്ടത് ഇത് കണ്ണേട്ടൻ കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഒരു ഹുഡീസ് മോഡല് ടീഷർട്ട്. എങ്ങനെയുണ്ട്? എനിക്കേത് ഡ്രസ്സ് ഇഷ്ടമായി? മച്ചെടുത്തോ? പിന്നെ ഇഷ്ടമായിട്ട് ഡ്രസ്സായിട്ട് എടുത്തത് ഇഷ്ടമായത്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. കണ്ണേട്ടൻ അമ്മ പറഞ്ഞു ചുരിദാർ എടുത്താൽ മതിയായിരുന്നു. കണ്ണേട്ടൻ പറഞ്ഞു വേണ്ട ടീഷർട്ടും പാൻറ്റും എടുത്താൽ മതി പറഞ്ഞിട്ട് കണ്ണേട്ടൻ എപ്പോഴും അതൊക്കെ എല്ലാ ബർത്ത്ഡേക്കും അതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റി ഇതാണ്. അതൊക്കെ ഒരു പാൻറ്റും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വരുന്ന പാൻറ്. പിന്നെ ഇത് വിനീഷേട്ടൻ രാത്രി സൂര്യ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് വിനീഷേട്ടൻ വന്നത്. അപ്പോൾ വിനീഷേട്ടൻ സെലക്ട് ചെയ്ത ഡ്രസ്സായിട്ടത്. ഈ ഡ്രസ്സും അടിപൊളി ഡ്രസ്സാട്ടോ. കാരണം നല്ല കളർ കോമ്പിനേഷൻ. ഇത് പീച്ചും റോസും റെഡും ക്രീമും എല്ലാം മിക്സ് ചെയ്ത അടിപൊളി കളറാട്ടോ. ഇതും 3 പീസ് സെറ്റാണ്. പാൻറ്റും ഷാളും എല്ലാണ്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ ടൈമിലൊക്കെ ഇടാൻ നല്ല കംഫർട്ട് ആവും. ഇതൊക്കെ ഇനി ഓൾട്ടർ ചെയ്യണം. പിന്നെ പാൻറ് ഇതായിട്ട് പിന്നെ അത് ഷോൾ. അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.